നമ്മളുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഏറ്റവും നന്നായി പാട്ട് പാടിയ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി, ഏറ്റവും നന്നായി പടം വരച്ച, ഏറ്റവും നന്നായി കഥകൾ എഴുതിയ, ഏറ്റവും നന്നായി കവിത എഴുതിയ, ഏറ്റവും നന്നായി പ്രസംഗിച്ച ആ കൂട്ടുകാരൻ കൂട്ടുകാരിയൊക്കെ ഇപ്പൊ എവിടെയാണ്? ആ മേഖലയിൽ അവരിഷ്ടപ്പെട്ട, അവരുടെ പ്രതിഭ തെളിയിച്ച ആ മേഖലയിൽ അവരുണ്ടോ? ഒരുപക്ഷെ ഉണ്ടാവില്ലെന്ന് തന്നെ ആയിരിക്കും പറയാം. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ ആ പാട്ട് പാടിയ ഒരു കൂട്ടുകാരി മാത്രമേ നമ്മൾ സ്റ്റേജിൽ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ പോലും സ്റ്റേജിൽ പാടാത്ത, ഒരിക്കൽ പോലും കവിതകൾ എഴുതാത്ത, എഴുതിയ കവിതകളെ ആരും കാണിക്കാത്ത, ഒരിക്കൽ പോലും എഴുതിയ കഥകൾ ആരും കാണാത്ത, ഒരിക്കൽ പോലും വരച്ച ചിത്രങ്ങൾ ഒരിക്കലും തുറന്നു കാണിക്കപ്പെടാത്ത എത്രയോ പ്രതിഭകൾ വേറെ ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ 4-5 കൂട്ടുകാർക്കുള്ളിൽ മാത്രം ഒതുങ്ങിയ പ്രതിഭകൾ. ഒരുപക്ഷെ അത് കലാരംഗത്താണെങ്കിൽ, മറുവശം കാണുകയാണെങ്കിൽ അതൊരു കായിക രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എൻ്റെ നാട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ വിശാലമായ ഗ്രൗണ്ടിൽ ഓടിയും ചാടിയും ഫുട്ബോൾ കളിച്ചു നടന്ന എത്രയോ പ്രതിഭകൾ. 18 വയസ്സാകുമ്പോൾ പാസ്പോർട്ട് എന്നൊരു മീഡിയത്തിലൂടെ പുറംലോകം കണ്ട എത്രയോ കൂട്ടുകാരന്മാർ, എത്രയോ പ്രതിഭകൾ. ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിലും കേരള ഫുട്ബോളിലും എല്ലാം പന്ത് തട്ടേണ്ടിയിരുന്ന പ്രതിഭകളായിട്ടുള്ള കായിക താരങ്ങൾ, ഇന്ത്യയിലെ തന്നെ മികച്ച കലാകാരന്മാരായിട്ട് മാറാൻ പ്രാപ്തിയുണ്ടായിരുന്ന, പ്രതിഭകളുണ്ടായിരുന്ന ഒത്തിരി കലാകാരന്മാർ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? നമുക്കുണ്ടാവില്ലേ അങ്ങനെ? ഒരു പക്ഷേ, ഞാൻ പണ്ട് പറഞ്ഞ പോലെ, ഒരു പക്ഷേ അത് നീയായിരിക്കാം, അത് ഞാനായിരിക്കാം. തത്വമസി.